ഇതെല്ലാം ബലപ്പെടുത്തിയാണ് സ്ട്രെച്ച് ചെയ്താണ് പിടിക്കുന്നത്, ഓർക്കുക. ചുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മുഖമൊക്കെ ഒരു 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും ഒക്കെ നല്ല രീതിയിൽ നല്ല തുടിപ്പോട് കൂടി സ്കിന്ന് സാഗ് ചെയ്യാതെ നല്ല ടൈറ്റായിട്ട് സ്കിൻ ഇരിക്കാനും സഹായിക്കുന്ന കുറച്ച് എക്സസൈസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ഡെയിലി ചെയ്തോളൂ. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ കഴിയും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുത്ത് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നതായിരിക്കും. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, അതായത് മെയിനായിട്ട് ഫേസും കഴുത്തും സാഗ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഫേസിലെ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. കഴുത്തിലൂടെ കാണിച്ചാൽ ഒരുപാട് ടൈം നീണ്ടുപോകും. അതുകൊണ്ട് ഫേസിലെ നമ്മുടെ മിക്കവാറും ആൾക്കാർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട്, അധികം ഏജ് ആവണ്ട, ഒരു 45 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ചിലർക്ക് സാഗ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 48 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ സാഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് ഞാൻ എന്നാ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ പോയി കണ്ട് അതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്നുകൂടെ ഇപ്പോൾ ആ ഫോൺ ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുണ്ട്, ഇന്ന് കാണിക്കുന്ന ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്തോളൂ, നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഫേസ് യോഗകളും ഫേസ് മസാജുകളും ഒക്കെ ചെയ്തതിൽ നല്ല റിസൾട്ട് ഉണ്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ല 1-2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിർത്തരുത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫേസ് നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റായിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും സഹായിക്കുന്ന കുറച്ച് എക്സർസൈസുകളാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മളൊരു 30 വയസ്സൊക്കെ തൊട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കൊരു 60-70 വയസ്സായാലും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ചുളിവുകൾ എന്തായാലും വരും, പക്ഷേ നമുക്ക് ആ ചുളിവുകളെ ഒന്ന് മാറ്റി കുറച്ചൊക്കെ നല്ല വ്യത്യാസമായിട്ട് ഒരുപാട് ചുളിവിലോട്ട് പോകാതിരിക്കും നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ. നമ്മൾ ഈ കല്യാണങ്ങളിലും അതുപോലെയുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മുടെ സ്വന്തക്കാരും ഒക്കെ കുറേ നാളുകൾ കൂടിയായിരിക്കും അവരെ നമ്മളെ കാണുന്നത്. അപ്പം നമുക്ക് നമ്മളെ എപ്പോഴും നോക്കും, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കും, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ അവർക്ക് പെട്ടെന്ന് പിടി കിട്ടും കുറേ നാൾ കാണാതിരിക്കുമ്പോൾ. അപ്പോൾ അവരെന്ത് പറയും, അയ്യോ ഇതെന്നെ അപ്പടി കറുത്തു പോയല്ലോ, അല്ലെങ്കിൽ എന്നാ ഇതെന്നാ ക്ഷീണിച്ചു പോയല്ലോ, അല്ലെങ്കിൽ മുഖമല്ല എന്നാ പറ്റി, കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറുപ്പുണ്ടല്ലോ, ചുളിവുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് ശരിയാണോ. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് നോക്കും, അപ്പോഴായിരിക്കും നമ്മുടെ മുഖം നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളിപ്പം ജിമ്മിലൊക്കെ പോയി ഈ കൈയൊക്കെ ഒരുപാട് കയ്യിലിങ്ങനെ തടിയൊക്കെ വരുമ്പോൾ തൂങ്ങിക്കിടക്കത്തില്ല, സ്കിന്ന് സാഗ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുറച്ച് വെയിറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഡമ്പലൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യും. എന്തിനാണ്, നമ്മുടെ മസിലൊന്ന് സ്ട്രെച്ച് ആവാനായിട്ട്, അതായത് ഒന്ന് മുറുകാൻ, നമ്മുടെ മസിൽസൊക്കെ ഒന്ന് മുറുകി നമുക്ക് അവിടെ ആ ഒരു സാഗിങ്ങും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടി നമ്മുടെ കൈകൾക്കൊക്കെ നല്ല ഷേപ്പ് കിട്ടാനായിട്ട്. ഒരു കാലിന് നമ്മൾ എക്സസൈസ് ചെയ്യും, ബോഡി മൊത്തം നമ്മൾ എക്സസൈസ് ചെയ്യും. അതെന്തുകൊണ്ടാണ്, നമ്മുടെ ബോഡി നല്ല ബലപ്പെടാനായിട്ട്, നമ്മുടെ ബോഡി സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടക്കാതിരിക്കാനായിട്ടും സ്കിന്ന് പിന്നെ ഒരുമാതിരി വണ്ണവും തടി ഓവറായിട്ട് ചാടി കിടക്കാതിരിക്കാനായിട്ടും ഒക്കെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെയുള്ളൂ നമ്മുടെ മുഖവും നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കാനുള്ള എക്സസൈസ് ചെയ്യുന്നത്. ടൈറ്റായിട്ടിരുന്നാൽ എന്താണ്, നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യത്തില്ല, മസിൽസൊക്കെ നല്ല ബലപ്പെടും. മസിൽസ് നല്ല ബലപ്പെടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയുക ഷേപ്പ് കിട്ടുന്നത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. ആയിട്ട് ഓയിലി സ്കിന്നുകാർക്ക് ഫേസിലൊന്നും തേച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഓയിലോ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക. ഞാൻ എൻ്റെ ഫേസിൽ ഓൾറെഡി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നേരത്തെ അപ്ലൈ ചെയ്തതാണ്. അതിൻ്റെ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്തുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു എക്സസൈസ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മുടെ മസിലിൽ, അതായത് എപ്പോഴും നമ്മുടെ ഈ കവളിൻ്റെ ഇവിടെ വേണം ഇങ്ങനെ സാഗ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ സാഗ് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു എക്സസൈസ് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കാണിക്കുന്നോളെ ചെയ്തോളൂ. അപ്പോൾ ഇത് 10 വട്ടമാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കി, ഇപ്പോൾ എൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കണ്ട് ചെയ്യണം, അപ്പോഴാണ് നമുക്കതിന് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുക, നല്ല ബലത്തിൽ വിടും. നമ്മൾ സാധാരണ ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ, പക്ഷെ അങ്ങനെയല്ല. ഇത് മസിൽ സ്ട്രെച്ച് ചെയ്ത് നമ്മളെങ്ങനെയാണ് കൈകൾക്കും കാലുകൾക്കും നല്ല സ്ട്രെച്ച് ചെയ്തില്ല എക്സസൈസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും നല്ല സ്ട്രെച്ച് രീതിയിലുള്ള എക്സസൈസ് കൊടുക്കാൻ ശ്രമിക്കുക. അതിൽ സ്ട്രെച്ച് ചെയ്ത് നിൽക്കണം, ബലപ്പെട്ട് ചിരിക്കത്തില്ല, നമ്മൾ ബലപ്പെടുത്തി ചിരിക്കത്തില്ല, അതുപോലെ.
ഇങ്ങനെ ഒരു 10 വട്ടം നമ്മൾ ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടെ നല്ലൊരു നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു സ്ട്രെച്ച്നെസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സ്കിന്ന് നല്ല സ്ട്രെച്ച് ആയിരുന്നാൽ മാത്രമേ സാഗിങ് ഒഴിവാകത്തുള്ളൂ കേട്ടോ. അതപ്പോൾ എല്ലാവരും ഓർക്കുക. അപ്പോൾ രണ്ടാമത് എന്താ ചെയ്തെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ പിടിക്കുക, ഞാൻ പറയുന്ന പോലെ ചുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ചുണ്ട് എങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ബലപ്പെടുത്തി ചിരിക്കണം കേട്ടോ. വെറുതെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ പോരാ, ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ബലപ്പെട്ട് ചിരിക്കണം ഇങ്ങനെ. അപ്പോൾ നമ്മളിവിടെ ഒരു നല്ല സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അത് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യുന്ന തടയും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 10 വട്ടം ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് ജസ്റ്റ് നമ്മുടെ സൈഡ് ടു സൈഡ് ബലപ്പെടുത്തണം. വെറുതെ ഇങ്ങനെ വെച്ചാൽ പോരാ, ബലപ്പെട്ടിട്ട് നമ്മൾ ആ സൈഡിലോട്ട് ചിരിക്കണം. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ആ ഒരു പേശികളൊക്കെ നല്ലതായിട്ട് സ്ട്രെച്ച് ആകാൻ നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു 10 വട്ടം ചെയ്യണം. അപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും കോമാളിത്തരം ഇവിടെയൊക്കെ തോന്നും. പക്ഷേ ഏറ്റവും നല്ല എക്സസൈസാണ് നമ്മുടെ സ്കിന്ന്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എക്സസൈസ് ജിമ്മിൽ പോയി എക്സസൈസ് നമ്മുടെ ബോഡിക്ക് വേണ്ടി എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. എന്തിനാണ് നമ്മൾ ഈ വലിയ ഒരു ഡമ്പലും കാര്യങ്ങളും ഒക്കെ ഇട്ട് ചെയ്യുന്നത്? എന്തിനാണ്? നമ്മുടെ ശരീരം ബലപ്പെടാൻ വേണ്ടി, അതുപോലെ തടി കുറയാൻ വേണ്ടി, അതുപോലെ നമ്മുടെ ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടി. അതിലെല്ലാം നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോഴല്ലേ നമ്മുടെ ബോഡി സ്ട്രോങ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് സ്ട്രോങ് ആകാനായിട്ട്, അതായത് മസിൽസൊക്കെ നല്ല ബലപ്പെട്ടിട്ട് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. എന്താണ്? അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം. അല്ലാതെ ഇത് കോമാളത്തിലോ കളിയാക്കലോട്ടോ ഒരിക്കലും കാണരുത് കേട്ടോ. ഇത് നമ്മുടെ ഈ 2 ചൂണ്ടുവിരലും എടുക്കുക. എന്നിട്ട് നമ്മൾ ബലപ്പെടുത്തി ചിരിക്കുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. വീണ്ടും പഴയ പടിയിലോട്ട് വരിക. ഇതെല്ലാം ബലപ്പെടുത്തിയാണ്, സ്ട്രെച്ച് ചെയ്താണ് പിടിക്കുന്നത്, ഓർക്കുക. ചുമ്മാ ഇങ്ങനെ ചിരിക്കരുത്, സ്ട്രെച്ച് ചെയ്ത് തന്നെ നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കഴുത്തിൻ്റെ പേശികളും മുഖത്തിൻ്റെ പേശികളും എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ചാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 10 വട്ടം തന്നെ ചെയ്യുക കേട്ടോ. അടുത്ത ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിനും ഫേസിനും കൂടെ നല്ല എക്സസൈസാണ് ചെയ്യുന്നത്. അത് നോക്കിക്കോളൂ എങ്ങനെയാണ്. നമ്മൾ കുറച്ച് തല ഉയർത്തിപ്പിടിക്കുക, അതിനുശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കഴുത്തിനും കൂടെ നല്ലൊരു ആ ഒരു ടൈറ്റ്നെസ് കിട്ടും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് പതിയെ മാറിക്കോളും കേട്ടോ. ഇത് നമ്മൾ ഒരു 10 വട്ടം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതും നമ്മുടെ കഴുത്തിനും മുഖത്തിനൂടെ കിട്ടുന്ന ഒരു എക്സസൈസാണ് പറയുന്നത്. അത് നമ്മളിങ്ങനെ ചെയ്യുക.
ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മുടെ ഈ പേശികളൊക്കെ നന്നായിട്ട് അങ്ങ് സ്ട്രെച്ച് ആയിരിക്കും. നെക്സ്റ്റ് വൺ, അടുത്ത എന്താണെന്ന് നോക്കിക്കോളൂ. ഇങ്ങനെ വെക്കത്തില്ലേ, അങ്ങനെ വെക്കരുത്. അങ്ങനെ വെക്കാതെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ചവയ്ക്കുക. ഓക്കെ, പേശികളൊക്കെ നന്നായിട്ട് വലിഞ്ഞു മുറുകണം. വലിഞ്ഞു മുറുകി പൊട്ടിപ്പോകാനല്ല പറഞ്ഞത്, വലിഞ്ഞു മുറുകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ചെയ്യുമ്പം. നല്ല മസിൽസിൻ്റെ കൊടുക്കുന്ന നല്ല എക്സസൈസാണിത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവാണ് നമ്മുടെ ആ ഒരു ഫേസിന് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ കുറേ നാളായി ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ 1-2 മാസമായി ഇത് ചെയ്തിട്ട്. അപ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അറിയാനുമുണ്ട്, ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഡെയിലി ചെയ്യാനുള്ള ഫേസ് എക്സസൈസ്. ഞാൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്യണം. നമ്മൾ നല്ല മസിൽസിനൊക്കെ നല്ല എക്സസൈസും കാര്യങ്ങളും ഒക്കെ കൊടുത്തല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒന്ന് ബ്രീത്ത് ചെയ്യാം. ഇങ്ങനെ ഒരു 5 തവണ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുത്തതിന് ശേഷം ഒന്ന് നിറച്ച് നിർത്തുക. അതിനുശേഷം സ്ലോലി നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളെല്ലാവരും ഇത് മുടങ്ങാതെ ചെയ്തോളൂ. നിങ്ങൾക്ക് 1 മാസം കൊണ്ട്, നല്ല റിങ്കിൾസ് ഒക്കെ ഉള്ളവർക്ക് 1 മാസം കൊണ്ട് ബിഫോർ ഫോട്ടോ, നിങ്ങളുടെ ആദ്യത്തെ ഒരു ചെയ്യുന്നതിന് മുമ്പുള്ള മുഖവും അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫേസ് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക. നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട്, 1 മാസം മുമ്പ് എടുത്ത് വെക്കുക. ചെയ്തതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോട്ടോ എടുത്ത്, എന്നിട്ട് ഇത് രണ്ടും കൂടെ നിങ്ങൾ വെച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മുഖത്ത് എന്തുമാത്രം ഒരു ചേഞ്ചസ് വന്നെന്നുള്ള കാര്യം. അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് പറയണം. 1 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല. നമ്മുടെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള സമയം വരെ, നമുക്കൊന്ന് വീണ് പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴാണോ ആരോഗ്യമുള്ള ആ സമയം വരെ നമുക്ക് ചെയ്യാം. ആണിനും പെണ്ണിനും എല്ലാവർക്കും ചെയ്യാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. അപ്പോൾ അടിപൊളി. എന്നെ വേർത്തു, മൊത്തം വേർത്തു. നമുക്ക് ഈ എക്സസൈസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.